ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി കട്ട്ലേറ്റുമായിട്ടാണ്. നമുക്ക് നമ്മുടെ ഈ മൈസൂർ ചീര, വേലിച്ചീരയില്ലേ, ആ ചീര വെച്ച് ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഈ മൈസൂർ ചീരയില്ലേ, ഈ ചീര ഒരു പിടി ചീര ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇതുകൊണ്ട് നമ്മുടെ തളുപ്പും നമ്മൾ ഈ ഓടിച്ചെടുക്കുന്ന വേലിച്ചീര എന്നൊക്കെ പറഞ്ഞാൽ ചീര തന്നെയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ എന്താ പറയുന്നത്, കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലും തോരൻ വെച്ചാലും എന്നാ കാണിച്ചാലും ഇത് നല്ല അടിപൊളിയാണ്. അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇത് കണ്ടോ, നമ്മുടെ വിഷമൊന്നും അടിക്കാതെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത് നല്ല അടിപൊളി ഈ ചീര ഒന്ന് ക്ലീനാക്കി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കട്ട്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ ബീഫും ചിക്കനും വാഴക്കൂമ്പൊക്കെ ഉണ്ടാക്കുന്ന അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇത് ചീരയാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് നല്ലപോലെ ക്ലീനാക്കി ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കാവേ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പരിപാടിയിലേക്ക് പോകും. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തേക്ക് നമുക്കൊരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആ ചീരയും ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ എണ്ണ എങ്ങനെ നന്നായിട്ട് ചൂടായി. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചീര നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. നമ്മുടെ മെയിൻ ചീരയാണിത്, അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര നമുക്ക് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട്. അപ്പോൾ ഈ ചീര വേണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് കിട്ടുന്ന ഏത് തരം ചീരയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമുക്കിവിടെ ഉള്ളത് ഇതാണ്, അതുകൊണ്ട് നമ്മളിത് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ചീരയുടെ ഈ പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന ഒരു സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കാവേ. സ്വല്പം ഉപ്പിട്ടാൽ ചീരയ്ക്കൊക്കെ ഇച്ചിരിയല്ലേ ഉള്ളൂ, പിന്നെ ഭയങ്കര പെട്ടെന്ന് ഉപ്പ് കൂടുകയും ചെയ്യും. അപ്പോൾ ഇതേ നമ്മുടെ ചീര അങ്ങനെ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് വഴരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് സവോള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ നമ്മളിതിനകത്തേക്ക് ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. കുഞ്ഞായിട്ട് അരിഞ്ഞ സവോളയാണ്, പൊടിയായിട്ട് അരിഞ്ഞാണ്. അതുകൂടെ ഇട്ട് കടുകൊന്നും നമ്മൾ ചേർക്കുമ്പോൾ സാധാരണ കട്ട്ലേറ്റിന് നമ്മളങ്ങനെ കടുകൊന്നും ചേർക്കാറില്ല. അതുപോലെ തന്നെ നമ്മളിതിനും വേറെ അങ്ങനെ കടുകോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മൾ ഈ സവോള ഈ ചീരയും കൂടെ നല്ലപോലെ ഉപ്പ് ആ സവോളയ്ക്കും കൂടെ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ചീരയ്ക്കൊക്കെ ഉപ്പ് ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉപ്പ് കയറി പിടിക്കുന്ന ഒരു സംഭവം. നമ്മുടെ ഈ ചീര നന്നായിട്ടൊന്ന് വഴന്നാലേ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, നല്ല രുചി ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അത് ആ ചീരയുടെ പച്ചക്കുത്തലും പച്ചമണവും ഒക്കെ ആവും. അപ്പോൾ ഇതൊന്ന് വഴരണം. പിന്നെ നമ്മൾ എണ്ണയ്ക്കകത്തിട്ടല്ലേ നമ്മൾ വറുത്ത് കോരിയെടുക്കുന്നത്. നമ്മൾ ഇച്ചിരി ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് നമ്മൾ ഒത്തിരി എരിവൊന്നും വേണ്ട. നമ്മളതുകൊണ്ടൊരു 1/4 സ്പൂണ് നമ്മുടെ മീറ്റ് മസാല ഇട്ട് കൊടുത്തു. ഒരു 1/4 സ്പൂണ് നമ്മൾ പെരിഞ്ജീരകം പൊടിച്ചിട്ടു. ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/4 സ്പൂണ് എരിവിന് വേണ്ടിയിട്ട് ഒരു 1/4 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/4 സ്പൂൺ, എല്ലാം നമ്മൾ ഒത്തിരി ഉണ്ടാക്കുന്നില്ല, കൂടിപ്പോയ ഒരു 5 എണ്ണ 6 എണ്ണവേ ഉള്ളൂ നമുക്ക്. അതുകൊണ്ടാണ് എല്ലാം ഈ 1/4 സ്പൂൺ വേണം. പൊടി ഐറ്റംസ് ഇട്ട് 1/4 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കണം, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എരിവ് കൂടുതൽ വേണമെങ്കിൽ എരിവ് കൂടുതൽ വേണം ഇടാം. നമുക്കിതത്രയും എരിവിൻ്റെ ഒത്തിരി ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളിത് കുറേശ്ശേ ഇട്ടുള്ളൂ. ഒത്തിരി അങ്ങ് കുത്തലായി പോയാലും ഇതാണ്. ഇനി ഞാൻ ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുകൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ പരിപാടി എന്ന് പറയുന്നത്, ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവേ. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഉരുളക്കിഴങ്ങിനൊക്കെ ഉപ്പുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഉപ്പും എരിവൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ വേണമെങ്കിൽ മാത്രം നമുക്ക് ഇനി എരിവോ എന്തെങ്കിലും പൊടി കുറവുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ട്
സിമ്പിളായിട്ടൊരു കട്ട്ലേറ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പിള്ളേർ പള്ളിക്കൂടം വിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണം, എന്തെങ്കിലുമൊക്കെ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അല്ല എന്നും ഒന്നും ഇപ്പോൾ ഈ കടയിൽ പോയി നമുക്ക് ഇച്ചിരി ഉപ്പ് വേണം. ബാക്കി പൊടി ഐറ്റംസ് എല്ലാം കറക്റ്റാണ്, എരിവുണ്ട് എല്ലാം. നമ്മൾ ഈ കടയിൽ പോയിട്ട് ഈ വറുത്ത് കോരുന്ന എണ്ണയ്ക്കകത്തുനിന്ന് ഇത് മേടിച്ച് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ദിവസം കൊടുക്കേണ്ട വരില്ല, അന്നേരത്തേക്ക് നമുക്ക് ആശുപത്രി കയറാം. അപ്പോൾ അതിപ്പോൾ നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ അവർ വരുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുന്നവരാണെങ്കിൽ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഈ ഇച്ചിരി മെനക്കേട് പണിയാന്നേ ഉള്ളൂ. എന്നാലും എന്തോ ഇതുണ്ട്, രുചിയായിട്ട് അസുഖങ്ങളൊന്നും ഇല്ലാതെ കെമിക്കലൊന്നും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. നമ്മൾ കടയിൽ പോയൊരു ചിക്കൻ കട്ട്ലേറ്റോ അല്ലെങ്കിൽ ഒരു മറ്റേ ബീഫ് കട്ട്ലേറ്റോ ഒക്കെ മേടിക്കണം, എത്ര 20 25 രൂപ. ആ സമയത്ത് നമ്മളൊരു ഇച്ചിരി ബീഫൊക്കെ മേടിക്കുമ്പോൾ ഇച്ചിരി എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കവർക്ക് വയറ് നിറച്ച് ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇതുണ്ട്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇത് മൊത്തം നമ്മൾ ചീരയും നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഇത് നല്ലപോലെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഇത്രയും മതി, എല്ലാ ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തണുത്തിട്ട് നമുക്ക് എടുത്ത് ഉരുട്ടി നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കി നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കണം. അത്രയേ ഉള്ളൂ, നമ്മുടെ കട്ട്ലേറ്റിൻ്റെ കൂട്ട് തയ്യാറായി. ഇനിയിപ്പോൾ നമുക്കുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊന്ന് വറുത്തെടുക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പം ഇതിങ്ങനെ നമ്മൾ ഓരോ ഉരുള എടുത്തിട്ട് നമുക്കിതൊരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കൈ വെച്ച് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതൊന്ന് പരത്തി നമുക്ക് പാത്രത്തിലേക്ക് വെക്കാം. അപ്പോൾ ഇതങ്ങനെ നമ്മൾ നമ്മുടെ കട്ട്ലേറ്റെല്ലാം ചീര കട്ട്ലേറ്റെല്ലാം പരത്തി വെച്ചു. ബ്രെഡ് ക്രംസ് പൊടിച്ച് വെച്ചിട്ടുണ്ട്, ഒരു മുട്ട അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചട്ടി തീയെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ കട്ട്ലേറ്റ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ നമ്മളിതിപ്പം ഈ മുട്ടയ്ക്കകത്ത് മുക്കി ഇതിനകത്ത് ഈ ബ്രെഡ് ക്രംസിനകത്ത് മുക്കി നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ടിരിക്കും. ഇപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. നമ്മളിത് ഇത്രയല്ലേ ഉള്ളൂ, 5 6 എണ്ണ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങനെയൊന്നും വെക്കേണ്ട. നമുക്കിത് മുക്കി അതിനകത്ത് മുക്കി നമുക്കിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കട്ട്ലേറ്റ് ഓരോന്നെടുത്ത് നമ്മുടെ മുട്ടയ്ക്കകത്തേക്ക് മുക്കി നമ്മുടെ ഈ ബ്രെഡിൻ്റെ ഇതിനകത്ത് പൊടിക്കകത്തൊന്ന് മുക്കി നമ്മുടെ ഈ കട്ട്ലേറ്റ് നന്നായിട്ട് വരും കേട്ടോ. ഈ ബ്രെഡിൻ്റെ ഇതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കോൺഫ്ലവറൊക്കെ ചേർക്കുവാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് പുറവിരിക്കും കേട്ടോ, പെട്ടെന്നല്ലേ. വേണ്ട, ഇങ്ങനെ നമുക്ക് ഓരോന്നോരോന്ന് മുക്കി നമ്മൾ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് മൊത്തം ഒന്നിടാവേ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ചീര കട്ട്ലേറ്റ് ഒരു സൈഡൊന്ന് ഓരോ കളറാകുന്നതോറും നമുക്കൊന്ന് തിരിച്ച് മറിച്ചും ഇട്ടെടുക്കാം. ഒരു സൈഡൊന്ന് മൂത്തിട്ട് നമ്മൾ തിരിച്ചിടാവുള്ളൂ, അല്ലെങ്കിൽ അത് അല്ല എണ്ണ പതയും നമ്മൾ മുട്ട മുക്കിയിട്ടേക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നും. ഈ എണ്ണ നമ്മൾ പിന്നെ ഒന്നിനും ഉപയോഗിക്കുന്നില്ല. പിന്നെ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പിള്ളേർക്കൊക്കെ സ്കൂൾ വിട്ട് ഇച്ചിരി സോസും കൂട്ടി ഇത് കൂടെ ഓരോന്നും അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ചീരയൊന്നും കഴിക്കുന്നില്ലാത്ത പിള്ളേർക്ക് ചീരയാണെന്ന് നമ്മൾ പറയണ്ട. അപ്പോൾ ചീര ഉള്ളി ചെല്ലുകയും ചെയ്യും. കട്ട്ലേറ്റ് അല്ലേ പിള്ളേർ കഴിച്ചോളും, കഴിച്ച് കഴിയുമ്പോൾ അറിയാവുള്ളൂ ചീരയാന്നുള്ള കാര്യം. പച്ചക്കറിയൊക്കെ ഉള്ളി ചെല്ലു എന്നാ വെച്ച് വേണേലും നമുക്കിങ്ങനെ ഉണ്ടാക്കാം. നമുക്ക് ചീര വെച്ചോ വാഴക്കൂമ്പ് അങ്ങനെ എന്ത് വെച്ച് പച്ചക്കറി വെച്ച് വേണേലും നമുക്കിങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇറച്ചിയും ചിക്കനും ഒന്നും വെക്കണം, അങ്ങനെ മീൻ വേണേൽ മീൻ വെച്ച് ഉണ്ടാക്കിയെടുക്കാം. ചെമ്മീൻ അങ്ങനെ പ്രോൺസൊക്കെ വെച്ച് എങ്ങനെ വേണേലും എന്നാ വെച്ച് വേണേലും ഉണ്ടാക്കിയെടുക്കാം. പ്രൊസീജിയറെല്ലാം ഇത് സെയിം തന്നെ, പിന്നെ ഓരോന്നിൻ്റെ ഐറ്റം വ്യത്യാസം മാത്രമേ ഉള്ളൂ. തിരിച്ച് മറിച്ച് വിട്ട് കൊടുക്കണം. ഒരു സൈഡ് തന്നെ അങ്ങനെ കിടന്ന് കരിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല കടയിൽ നിന്ന് മേടിക്കുന്ന കട്ട്ലേറ്റ് തോറ്റു പോകും ആ സൈസ് കളറിൽ. പിന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ
ഉപയോഗിച്ച് വെക്കുന്ന എണ്ണയ്ക്കകത്തൊന്നും അല്ല ഇതുണ്ടാക്കുന്നത്. നമ്മൾ വീട്ടിൽ ഇച്ചിരി ഉണ്ടാക്കുന്നതിനകത്ത് ഇച്ചിരി നല്ല എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഹെൽത്തി ആയിട്ടും ഇരിക്കും. അത് അങ്ങനെ നമ്മുടെ അടിപൊളി ചീര കട്ട്ലേറ്റ് റെഡിയായി. അപ്പോൾ നമുക്കിനിയിപ്പം ഇനി ഒരു പാത്രത്തിനകത്ത് 2 ടിഷ്യൂ ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേ നോക്കിയേ, അങ്ങനെ നമ്മുടെ അടിപൊളി കട്ട്ലേറ്റ് റെഡിയായത് ഞാൻ എടുത്തെല്ലാം ഒന്ന് വെക്കട്ടെ. അപ്പോൾ ഇതങ്ങനെ നമ്മുടെ അടിപൊളി നമ്മുടെ ചീര കൊണ്ടുള്ള കട്ട്ലേറ്റ്, നല്ല സൂപ്പർ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുണ്ട് നല്ല പുറം നല്ല കടയിൽ നിന്ന് മേടിക്കുന്ന നല്ല ക്രിസ്പി ആയിട്ട് ഇതുണ്ടാകും. നല്ല ഇതായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല സൂപ്പറായിട്ടുള്ള കട്ട്ലേറ്റ്, അടിപൊളി ടേസ്റ്റുമായിട്ട് അങ്ങനെ നമ്മുടെ ചീര കട്ട്ലേറ്റ് റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.